ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലഭിച്ച ഒരു വിവരം വരുന്നുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഷാർജയിലെ ഗോർഫഖാൻ തുറമുഖത്ത് 4 പേർക്ക് പരിക്കേറ്റു. മിസൈൽ ഭാഗങ്ങൾ വീണ തുറമുഖത്ത് തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. സുരേഷ് വെളിമുറ്റം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുരേഷ്, ഈ തുറമുഖത്തേക്ക് നേരത്തെയും ആക്രമണം നടന്നിരുന്നു. അപ്പോൾ വീണ്ടും ഇതേ മേഖലയിലേക്ക് ഇറാന്റെ അറ്റാക്കിംഗ് ഉണ്ടായിരിക്കുകയാണോ? ഈ തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു സുരേഷ്? ഉമ്മയിപ്പാൻ ഇന്ന് വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടാകുന്നത്. വൈകുന്നേരത്തോടുകൂടി മിസൈൽ ആക്രമണം നടക്കുകയും അത് UAE ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തു. ആ പ്രതിരോധിക്കുന്ന സമയത്ത് മിസൈൽ അവശിഷ്ടങ്ങൾ വീണാണ് തുറമുഖത്ത് കേടുപാട് സംഭവിച്ചത്. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ ഷാർജ മീഡിയ ഓഫീസൊക്കെ പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ നേരത്തെ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മീഡിയ ഓഫീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത്. 4 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. അതിൽ 3 പേർ പാകിസ്ഥാൻ സ്വദേശികളും ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണെന്ന് ഷാർജ മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. അതിൽ നേപ്പാൾ സ്വദേശിയുടെ പരിക്കാണ് കൂടുതൽ ഗുരുതരം. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഗോർഫഖാൻ തുറമുഖം ഒരുപക്ഷെ ഈ ഒമാനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന UAE തുറമുഖങ്ങളിൽ ഒന്നാണ് ഗോർഫഖാൻ തുറമുഖം. അവിടത്തേക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഷാർജയിലെ ഗോർഫഖാൻ തുറമുഖം അത് കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണത്തിൽ ഇപ്പോൾ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിലൊരാൾ നേപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് സുരേഷ് വെളിമുറ്റം പങ്കുവച്ചത്.